നമ്മൾ തന്നെ ഒരു കസ്റ്റമർ ആയിട്ടുള്ള ഒരു ബിൽഡർ എടുത്തിട്ടുള്ള ഒരു കാഷ്വൽ ടോക്ക് വന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു സ്പാർക്ക് വന്നത്. അപ്പോൾ ഈ ബിൽഡർ എന്നോട് വളരെ വിഷമത്തോടു കൂടി ഇങ്ങനെ പറയാണ്, ഷീൻ, ഞാൻ ഒരുപാട് പൈസ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്തു, ഞാൻ വെബ്സൈറ്റിന് വേണ്ടി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തു, SEOക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. ഇതിൻ്റെ എല്ലാം ഒരു കളക്റ്റീവ് വാല്യൂ നോക്കുന്ന സമയത്ത് അതൊരു വലിയ എമൗണ്ട് ഞാൻ സ്പെൻഡ് ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഒന്നുമില്ല എന്നുള്ള വളരെ വിഷമത്തോടു കൂടി ഒരു ബിൽഡർ എന്നോട് ഞങ്ങളുടെ ഒരു കാഷ്വൽ ടോക്കിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ആലോചിക്കുകയും ഇതൊരു പെയിൻ ആണോ എന്നുള്ളത് ഞങ്ങൾ ഒരുപാട് ബിൽഡേഴ്സിൻ്റെ അടുത്ത് വാലിഡേറ്റ് ചെയ്തു. അപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു മെജോറിറ്റി ബിൽഡേഴ്സിനും ഈ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, പക്ഷേ ഇതിനൊരു കോർഡിനേഷൻ ഇല്ല, ഒരു യൂണി ഡയറക്ഷനിലായിട്ട് പോകാത്തത് കൊണ്ടാണ് അതിനൊരു റിസൾട്ട് വരാത്തത്. അപ്പോൾ നമ്മൾ ടഗ് ഓഫ് വാറൊക്കെ വലിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പക്ഷേ ഏറ്റവും നല്ല മസിൽസ് ഉള്ള ആൾക്കാരുള്ള ടീമായിരിക്കില്ല ചിലപ്പോൾ വിൻ ചെയ്യുന്നത് ഒരു മീഡിയം മസിൽസൊക്കെ ഉള്ള ഒരു ടീമായിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കുക എന്തുകൊണ്ട്. അതിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ പ്ലാൻഡായിട്ട് ഒരേ പോയിന്റിലേക്ക് ആ ഫോഴ്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ടഗ് ഓഫ് വാറിലെ ഏറ്റവും വലിയൊരു റൂൾ. അതാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഡിജിറ്റൽ പ്രസൻസിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും അതിന് നമുക്ക് കറക്റ്റായിട്ട് ഒരു സിംഗിൾ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അതിന് റിസൾട്ട് കിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായപ്പോഴാണ് നമ്മൾ ഹൈ റൈസ് എന്ന് പറഞ്ഞ ഈ സൊല്യൂഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യം